വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ചിക്കൻ മന്തി വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. കൂടെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ചിക്കൻ മന്തി ഉണ്ടാക്കുമ്പോൾ റൈസ് ഒന്നും ഇങ്ങനെ വേറെ വേറെ കിട്ടാത്തത്, അല്ലെങ്കിൽ ചിക്കൻ മന്തിയുടെ ഫ്ലേവർ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ റെസ്റ്റോറൻറ്റ് പോലെ കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ഒരുപാട് ഡൗട്ട് ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കുമുള്ള മറുപടിയാണ് ഈ വീഡിയോ. അപ്പം നമുക്ക് ചിക്കൻ മന്തി തയ്യാറാക്കാം. ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾ മസാലാസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 3 പീസ് കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു 3-4 ഏലക്കായ എടുത്തിട്ടുണ്ട്, ഒരു കറുവാപ്പട്ടയുടെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇതിൽ ഇട്ടിട്ടുള്ളത് ഒരു നുള്ള് മല്ലിയും ഒരു നുള്ള് ജീരകവുമാണ്. നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ഉള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട. അതിന് മുന്നേ തന്നെ ഏകദേശം ഈ ഒരു പാകത്തിൽ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് കീറിയത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. അറബിക് മസാല എന്നല്ല, ഗരം മസാല തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചിക്കൻ 2ആയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. തൊലിയോട് കൂടിയുള്ള ചിക്കനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ചേർക്കുന്നത്, നല്ല തിളച്ചിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ചിക്കൻ മുങ്ങാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കണം, ഒരു ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പോൾ ചിക്കന് നല്ല മയം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറുനാരയുടെ നീര് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് വേവിക്കാം. ഒരു 10-20 മിനിറ്റിനുള്ളിൽ ചിക്കൻ വെന്ത് കിട്ടും. അപ്പോഴേക്കും നമുക്ക് അരി ഒന്ന് കുതിർത്ത് വെക്കാം. മന്തിക്ക് ഏറ്റവും ബെസ്റ്റ് സെല്ല ബസ്മതിയാണ്. സാധാ ബസ്മതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കബ്സ റൈസ് എന്ന് പറഞ്ഞ് കിട്ടുന്ന റൈസ് തന്നെയാണിത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കാം. തിളച്ച വെള്ളമല്ല, ചൂടുവെള്ളമാണ്. അപ്പോൾ അരി നന്നായിട്ട് ഇങ്ങനെ വിടർന്ന് വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ചിക്കൻ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് മറിച്ചിടുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഈ വേവിച്ച വെള്ളം മാറ്റി വയ്ക്കാം. ഈ ചിക്കനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു നുള്ള് നമ്മുടെ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഞാൻ ഈ ചിക്കനോ ഓവനിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 220 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓവനില്ലാത്തവർ വിഷമിക്കേണ്ട. നിങ്ങളൊരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. ഇനി ഈ അരിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. എന്നിട്ട് നമുക്ക് അരി വേവിക്കാം. അപ്പോൾ നേരത്തെ ചിക്കൻ വേവിച്ച പാത്രം ഞാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓയിലൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. വറുത്ത് കഴിഞ്ഞാൽ അരി ഇങ്ങനെ വേറിട്ട് നിൽക്കും, ഒട്ടി പിടിക്കില്ല. പിന്നെ വറുത്ത പാകം എന്ന് പറയുന്നത് ഇങ്ങനെ അരി ഡ്രൈ ആയിട്ട് വരും. നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഉരുള പോലെ തന്നെ നമുക്ക് കിട്ടും. ഇതിലേക്ക് ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. എന്താണോ നമ്മൾ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ നേരെ ഡബിളാണ് വെള്ളം ചേർക്കേണ്ടത്. ഇനി വെള്ളം തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചാൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. ഏകദേശം ഇങ്ങനെ വെള്ളം വറ്റി വരുന്നവരെ വേവിക്കാം. ഇതിപ്പം മോൾ ഭാഗത്തൊക്കെ അരി നന്നായിട്ട് പുറത്തേക്ക് കാണുന്ന പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാം. അങ്ങനെ നമ്മളൊരു ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു യെല്ലോ ലെമൺ കളറ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ചിക്കനിൽ ചേർത്തിട്ടുള്ള റെഡ് കളറും ചേർക്കുന്നുണ്ട്. പൊതുവെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതൊന്നും ചേർക്കാറില്ല, പക്ഷേ ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആയതുകൊണ്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ഗ്രില്ല് ചെയ്തിട്ടുള്ള ചിക്കൻ ചേർക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ സൈഡിൽ നമുക്ക് ചാർക്കോൾ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അലൂമിനിയം ഫോയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു പീസ് കരി ഗ്യാസിൽ വെച്ച് കത്തിച്ചിട്ട് ഇതുപോലെ
ആ ഓയിലിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ മൂടണം, ഇല്ലെങ്കിൽ ആ ഫ്ലേവർ, സ്മോക്കി ഫ്ലേവറൊക്കെ പുറത്ത് പോവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ കരി എടുത്ത് മാറ്റാം. എന്നിട്ട് ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അരിയൊക്കെ കണ്ടില്ല, നന്നായിട്ട് വിടർന്ന് വേറിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, നല്ല മന്തി ഫ്ലേവറുമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ തന്നെ സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് സെർവ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ സോസ് കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. ഒരു മിക്സിയുടെ ജാറിൽ 4 തക്കാളിയും ഒരു കഷ്ണം ഉള്ളിയും ഒരു വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒരു നുള്ളു ഉപ്പും ഇട്ടിട്ട് ഒന്ന് പൾസ് മോഡിൽ നമുക്ക് കറക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നി കൂടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.